ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് ഒരു വാൾ ഡെക്കർ ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ 8 പീസ് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ലെവലായിട്ടൊന്ന് നിരത്തി വെക്കാം. ഇനി വേറൊരു 8 പീസ് എടുക്കണം. ഇത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ലൊരു ഗ്ലൂ ആണ്. നമുക്ക് ഈ ഗ്ലൂ ഗണ്ണിന് പകരമൊക്കെ യൂസ് ചെയ്യാനായിട്ട് ബെസ്റ്റാണ്. ഈ സ്റ്റിക്സ് എല്ലാം ക്രോസ് ആയിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം 4 സൈഡിലും ഓരോ സ്റ്റിക്ക് വീതം വീണ്ടും നമ്മൾ ഇതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ സ്റ്റിക്കും പേസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം കുറച്ച് നേരം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ കിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു സിപ്പ് കവറാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്തെങ്കിലും ഒരു സാധാ പ്ലാസ്റ്റിക് മതി. പേസ്റ്റൽ ഷെയ്ഡ്സിലുള്ള കുറച്ച് ബ്രഷ് പെൻ കൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോ ഫ്രെയിമിൽ വെക്കാനായിട്ട് ഒരു പിക്ചർ വേണം. അതിന് വേണ്ടി ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കി എടുക്കണം. അതിനുള്ള തത്രപ്പാടിലാണ് ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം. ഇനിയുള്ളതെല്ലാം പരീക്ഷണങ്ങളാണ്. സെറ്റാവോ ഇല്ലയോ എന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. എല്ലാ ഷെയ്ഡ്സും അവിടെ ഇവിടെയായിട്ട് ഞാൻ നിറച്ചു അടിച്ചു കൊടുക്കുന്നുണ്ടേ. ഇനി അടുത്തതാണ് ഏറ്റവും വലിയ പരീക്ഷണം. കുറച്ച് വെള്ളം എടുക്കുക, ഒരു ബ്രഷ് എടുക്കുക, എന്നിട്ട് ഈ ബ്രഷ് ഉപയോഗിച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്യുക. ഇവിടെ ചെറുതായിട്ടൊന്ന് പണി പാളി. പ്രതീക്ഷിച്ചതുപോലെ അല്ല വെള്ളം സ്പ്രേ ആയത്. എന്നാലും സാരമില്ല, നമുക്ക് ബാക്കി ചെയ്ത് നോക്കാം. ഇനി ഒരു വൈറ്റ് പേപ്പർ എടുത്ത് ഈ ഷീറ്റിൻ്റെ മുകളിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ പറയാൻ വിട്ടു, ഡെസ്ക് ഒന്ന് വൃത്തികേടാണ്ടെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലാട്ടോ ഇത് ചെയ്ത് നോക്കുന്നേ. അങ്ങനെ കുറച്ച് നേരം എല്ലാ ഭാഗവും ഒരുപോലെ നന്നായി പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചു നോക്കാം. പണി പാളിയോ? വലിയ കുഴപ്പമില്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ടല്ലേ. കുറച്ചുകൂടെ ഒന്ന് ഫിനിഷ് കിട്ടാൻ വേണ്ടി ഞാൻ കളർ ഒന്നുകൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. ഒന്നുകൂടെ കൊള്ളാം എന്ന് മാത്രം. അങ്ങനെ ഈ പേപ്പർ ഒന്ന് ഡ്രൈ ആയി കിട്ടിയപ്പോൾ ഒരു തിരമാലയോ ഒരു കടലോ എന്തോ ഒക്കെ കാണാൻ പറ്റുന്നത് പോലെ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഈ ഒരു ഫ്രെയിമിൻ്റെ കറക്റ്റ് ഷേപ്പിനും സൈസിനും കട്ട് ചെയ്തെടുത്തപ്പോൾ ആകെപ്പാടെ നമുക്ക് ഇത്ര പേപ്പറേ ആവശ്യം വന്നുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് മാത്രം പോരല്ലോ, വേറെ എന്തെങ്കിലും ഡെക്കറേഷൻസോ കോട്ട്സോ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പം ഞാനിവിടെ ഒരു ചെറിയ കോട്ടാണ് എഴുതി കൊടുക്കുന്നത്. ലവ് യുവർ സെൽഫ്, അതാണ് എൻ്റെ കോട്ട്. ശരിക്കും ഈ ബിസി ലൈഫിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാനും നമ്മളെ ശ്രദ്ധിക്കാനും നമ്മൾ ശരിക്കും മറക്കാറുണ്ട്. അത് ഒഴിവാക്കുക, നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. ഇനി ഈ പിക്ചർ കുറച്ചുകൂടി ലുക്കാവാൻ വേണ്ടി ഞാൻ 2 സ്റ്റിക്കേഴ്സ് കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. താഴെ 2 ഓട്ടം ലീവ്സ് കൂടി ഒട്ടിച്ചു കൊടുത്തപ്പോൾ സംഭവം ക്ലാസ് ആയി. ഇനി നമ്മുടെ ഫ്രെയിമിൽ കുറച്ച് പെയിൻറ് കൂടി ചെയ്യണം. ഞാൻ കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സാണ് എടുക്കുന്നത്. ക്യൂട്ട്നെസ് വിട്ട് ഒരു കളിയില്ലാത്തത് കൊണ്ട് പിങ്ക് വിട്ട് ഒരു കളിയില്ല. അതുകൊണ്ട് തന്നെ ഒരു റെയിൻബോ തീം ഉദ്ദേശിച്ചിട്ടും നമ്മുടെ ഫ്രെയിമിനൊരു പിങ്ക് മയം. എങ്കിലും എനിക്കിഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇനി ഒരു ഡബിൾ ടേപ്പ് ഉപയോഗിച്ച് നമുക്കിതൊരു വാൾ ഡെക്കോറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡെക്കോർ ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.